ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാറും കൂടി രഹസ്യയോഗം ചേർന്നതും ഈ സിൻഡിക്കേറ്റ് റൂമിലാണ്. അപ്പോൾ അതുമുതൽ പിന്നീട് ഇങ്ങോട്ട് ഈ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് റൂം കേന്ദ്രീകരിച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഗൂഢാലോചനയും വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം ഇന്നലെയാണ് ഉണ്ടായത്. ഇന്നലെ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് റൂമിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏതാനും പേര് അവിടെ വന്നിരുന്നിട്ട് സർവകലാശാലയിലെ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയുണ്ടായി. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നു, അവരോട് ഷൗട്ട് ചെയ്യുന്നു. ഇപ്പോൾ കേരള സർവകലാശാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീവനക്കാരിൽ മെജോറിറ്റി സ്ത്രീകളാണ്. അപ്പോൾ വനിതാ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരാണ്, വനിതകളാണ്. അപ്പോൾ ഈ ജീവനക്കാരെ ഭീഷണിയിലാക്കി വരുതിയിലാക്കാം എന്നുള്ളതാണ് ഈ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ അവരുടെ ഭീഷണിയുടെ പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ജൂൺ 25 സംഭവത്തിൻ്റെ തുടർന്ന് രജിസ്ട്രാറെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർക്ക് ആക്സസിബിലിറ്റി നൽകണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫയലുകൾ കൈകാര്യം ചെയ്യാതിനുള്ള ലോഗിൻ ID നൽകണം. ഇതാണ് ഇന്നലത്തെ ഭീഷണിയുടെ പിന്നിലെ ഉദ്ദേശം. ഇടതുപക്ഷ യൂണിയൻ്റെ ഒരു അംഗബലത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറെ അവിടെ കൊണ്ടിരുത്തുകയും അദ്ദേഹം വഴി ഫയലിൻ്റെ മൂവ്മെൻറ്റ് നടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പാടില്ല, അത് ചട്ടലംഘനമാണ്, സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ മാറി നിൽക്കുക എന്നുള്ളതാണ് സാമാന്യ മര്യാദ. അപ്പോൾ അതിനുവേണ്ടി ആ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ജീവനക്കാർക്ക് കൃത്യമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ നൽകുകയുണ്ടായി. അപ്പോൾ അത് ലോഗിൻ ID പകരം ചാർജ് ലഭിച്ച മിനി ഡിജോകാപ്പിന് നൽകി. അത് പാടില്ല, അത് അനിൽകുമാർ സാറിന് തന്നെ ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം. ഇതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം. അപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറെ ചട്ടവിരുദ്ധമായിട്ട് സർവകലാശാലയിൽ കുടിയിരുത്തുന്നു, അദ്ദേഹത്തെ ഉപയോഗിച്ച് സർവകലാശാലയുടെ ഭരണം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അതിന് തടസ്സം ഉണ്ടാകുന്ന സമയത്ത് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ ചട്ടങ്ങൾ പാലിക്കുന്ന ജീവനക്കാരെ ഭീഷണിയിൽപ്പെടുത്തി വരുതിയിലാക്കി ഈ തരത്തിൽ സർവകലാശാലയുടെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ശ്രമം. സിൻഡിക്കേറ്റ് റൂം നമുക്ക് സിൻഡിക്കേറ്റ് യോഗം ചേരാനുള്ളതാണ്. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രത്യേക അജണ്ട പ്രകാരം മുൻകൂട്ടിയുള്ള അറിയിപ്പ് പ്രകാരം വിളിച്ചു ചേർക്കുന്ന യോഗമാണ് അവിടെ നടക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളൊക്കെ നടക്കാം. പക്ഷേ ഇതെല്ലാം വൈസ് ചാൻസലറുടെ അറിവ് വേണം, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഉണ്ടാവണം. അല്ലാതെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഇഷ്ടം പോലെ വന്ന് സർവകലാശാലയുടെ പ്രവർത്തനത്തെ അട്ടിമറിക്കാനോ സ്വാധീനിക്കാനോ ഉള്ള ഒരിടമല്ല. അപ്പോൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തിരിച്ചറിവിലാണ് അദ്ദേഹം അത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.